ശ്രീ ജ്യോതികുമാർ ചാമക്കാല അതായത് കാപ്പ കേസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരെ കൊലപാതക ശ്രമ കേസുണ്ട്. ആ കേസിൽ 1-ാം പ്രതിയാണ്. സ്ത്രീകളെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. മാരകായുധം കൈവച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. സംഘം ചേർന്ന് അക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇതൊക്കെ എൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന റൗഡി എന്ന് സർക്കാർ കടലാസിൽ എഴുതി വെച്ച അദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തിയത്. അതിൻ്റെ 6 മാസത്തെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിശുദ്ധവൽക്കരിക്കപ്പെട്ടു. രണ്ടാമത്തേത് കഞ്ചാവ് കേസ് പ്രതി. അത് പിന്നെ അദ്ദേഹം കള്ളക്കേസാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിമിഷം തന്നെ കുറ്റമേറ്റു പറഞ്ഞ് ഇന്നൊരു സ്വഭാവമുണ്ട് എന്നൊരു വസ്തുത വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് അദ്ദേഹം കള്ളക്കേസാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. രണ്ടാമത്തേത് ഈ സുധീഷ് കൊലപാതക ശ്രമം, അതായത് ശരൺചന്ദ്രൻ 1-ാം പ്രതിയും സുധീഷ് 4-ാം പ്രതിയുമായ കൊലപാതക ശ്രമം എന്ന് പറയുന്നത് SFI സഖാക്കളെയാണ്. 3 പേരെ നവംബർ 21-ാം തീയതി രാത്രി വെട്ടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിതിൻ, ഋഷി, അഭിജിത്ത് ഇങ്ങനെ 3 SFIക്കാരെ ആക്രമിച്ച കേസിലെ, കൊല്ലാൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതിയും 4-ാം പ്രതിയുമാണ് പാർട്ടി മാലയിട്ട് സ്വീകരിച്ച ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണിയിച്ച രക്തഹാരം SFIക്കാരുടെ ചോരയിൽ ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതല്ലേ? അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടായാൽ ആ ചോദ്യത്തിന് ഇപ്പോൾ എന്ത് പ്രസക്തിയാണുള്ളത്? മധു, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ജോലി കൂടുകയാണ്. കാരണം പത്തനംതിട്ടയിൽ 62 പേരാണ് CPM ഔദ്യോഗികമായി പറയുന്നത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് CPMലേക്ക് ചേർന്നത് BJPയിൽ നിന്നും യുവമോർച്ചയിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ 62 പേരെ സംബന്ധിച്ച് 3 പേരെ, ആദ്യത്തെ 3 പേരുടെ ചർച്ച നമ്മൾ കഴിഞ്ഞു. ഇനി ഇങ്ങനെ ചർച്ച നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ 2 മാസവും 2 ദിവസം കൂടി വേണ്ടി ഒരു ചർച്ച തരാൻ. കാരണം ഈ 62 പേരെ സംബന്ധിച്ചും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വരി. അതായത് കഴിഞ്ഞ ദിവസം ഈ വിഷയം നമ്മൾ പ്രത്യേകമായി ചർച്ചയ്ക്കെടുത്ത ദിവസം അന്ന് CPMൻ്റെ പാനലിസ്റ്റ് പറഞ്ഞത് 60 പേരാണ് CPMലേക്ക് വന്നത്. 59 പേരും നിങ്ങൾക്ക് പ്രശ്നമില്ല, ഒരാളാണോ നിങ്ങളുടെ പ്രശ്നം എന്നതായിരുന്നു. അതിൽ 3 പറയൂ. അതെ, നമ്മൾ 60 ചുരുക്കിയാൽ ഇനി 2 മാസത്തേക്ക് തുടർച്ചയായി താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ടി വരും. ഓരോ ദിവസം ഓരോരുത്തരെ കുറിച്ചാണ് വരുന്നത്. ആദ്യം വരുന്നതിനെ സംബന്ധിച്ച് കാപ്പ എന്ന് പറയുമ്പോൾ അത് 6 മാസത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്നാണ് ജയചന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പോലും പറയുന്നത്. എത്ര ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. രണ്ടാമത്തേതാണ് കഞ്ചാവ് കേസ്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? അത് കള്ളക്കേസാണ്. മൂന്നാമത്തേത് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് SFIക്കാരെ തന്നെ ആക്രമിച്ച കേസ്. ഇനി എന്തായാലും അതെങ്കിലും കള്ളക്കേസാണെന്ന് പറയാത്ത ഭാഗ്യം. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട FIRൻ്റെ ഉൾപ്പെടെ കോപ്പി നമ്മുടെ കൈവശമുണ്ട്. എപ്പോഴാണ് ഒരാളെ കാപ്പ കേസിൽ പെടുത്തുക? അയാൾക്ക് കാപ്പ ചുമത്തിയാൽ അയാൾക്ക് കോടതിയിൽ പോകേണ്ടതുണ്ടോ? ഇല്ല. ഒരാളെ കാപ്പ ചുമത്തി അദ്ദേഹത്തെ ചാപ്പ കുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, ആ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് 2 കാറ്റഗറിയിൽ പെടുന്നവരാണ്, റൗഡികളും ഗുണ്ടകളും. അതിൽ ഗുണ്ടകളെ സംബന്ധിച്ച് അബ്കാരി കേസിലും അതുപോലെ ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട കേസുകളിലും ഒക്കെ പെടുന്നവരെ ഗുണ്ട എന്ന പരിഗണനയിലും, റൗഡി എന്ന നിലയിൽ കവലച്ചട്ടമ്പികളെയും അതുപോലെ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം നൽകുന്നവരെ റൗഡി എന്ന പേരിലും മുദ്ര ചാർത്തി പൊതുസമൂഹത്തിൽ നിന്നും ചാപ്പ കുത്തി മാറ്റി നിർത്തുകയാണ്. ഇവൻ ക്രിമിനലാണ്, ഇവൻ്റെ മനോനില തെറ്റാണ്, ഇവൻ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവനാണ്, തുടർച്ചയായി ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നാട് കടത്തുകയോ അദ്ദേഹത്തിനെതിരായി മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും. അത് ചെയ്യുന്നതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഒരു SPക്ക് കളക്ടറോട് റിപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കേസിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ പ്രതിയായിരിക്കുകയും വേണം. പല കണ്ടീഷൻസ് ഉണ്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അയാളെ കോടതി ട്രയൽ നടത്താനോ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാനോ ഒന്നുമല്ല. ഇത്തരത്തിൽ കാപ്പ ചുമത്തുന്നു എന്ന് പറഞ്ഞ് ശല്യക്കാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും 6 മാസമോ 1 ലക്ഷമോ 1 മാസമോ 1 വർഷമോ ഒക്കെ ജയിലിടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നാട് കടത്താനോ ഒക്കെ ഉള്ള ശ്രമം. നാട് കടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് കൊണ്ടുപോകുന്നതല്ല. അദ്ദേഹത്തിൻ്റെ താലൂക്കിൽ നിന്ന് ചിലപ്പോൾ മറ്റിടത്തും ആ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറയും, ചിലപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് പോകണം, ആ രീതി പല രീതിയിൽ അതിനകത്ത് ഇടപെടാം. ഇത്തരത്തിൽ കാപ്പ ചുമത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കേസുകളൊക്കെ താങ്കൾ സൂചിപ്പിച്ചതിന് അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാപ്പയുടെ പീരീഡ് കഴിഞ്ഞു, അതോടുകൂടി പുള്ളിയെ വിശുദ്ധനാക്കി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക? അപ്പോൾ കാപ്പ ചുമത്തണമെങ്കിൽ എത്രയെങ്കിലും കേസുകളിൽ, ക്രിമിനൽ കേസുകൾ പ്രതിയാകണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കണം. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് കാപ്പ എന്ന ആ ഒരു ഇതിൻ്റെ ആക്ടിൻ്റെ പേരിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നടത്തുന്നത്. ഈ SFIക്കാരെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി, അതും കൊലപാതക ശ്രമം അടക്കം ചുമത്തിയ കേസ്. അപ്പോൾ പാർട്ടിയുടെ ഇപ്പോൾ മന്ത്രി നേരിട്ട് വന്ന് പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടി നിൽക്കുമ്പോൾ മന്ത്രിക്ക് ഇവരെ വ്യക്തിപരമായി അറിയുന്നുണ്ടാകില്ല. പക്ഷേ
പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിലുള്ളവർക്ക് നല്ല ബോധ്യമുണ്ടാകുമല്ലോ ഇവരുടെ പശ്ചാത്തലം എന്താണ്, ഇവർ ഏതു കേസിൽ പ്രതിയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടു നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി തല്ലി വാങ്ങിയിട്ടുള്ള അണികൾ, SFIയുടെ സഖാക്കളടക്കം, ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? അവിടെയാണ് അത് പ്രശ്നം. ഇവർക്ക് ഇപ്പോൾ അടിസ്ഥാനപരമായ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏറ്റവും നല്ല ക്രിമിനലുകളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പത്തനംതിട്ടയിൽ തന്നെ നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ ഒരു ഞാൻ പേരൊന്നും പറയുന്നില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ സഹകരണ ബാങ്കുകൾ പിടിച്ചടക്കുകയാണ്. ഈ അടുത്ത സമയത്തായി 18 സഹകരണ ബാങ്കുകളാണ് UDFൽ നിന്ന് അവർ പിടിച്ചെടുത്തത്. അവിടെ ഉപയോഗിക്കുന്നത് മണ്ണ് മാഫിയയും ബ്ലേഡ് മാഫിയയും ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ കൊണ്ടുവന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇത്തരത്തിൽ ബാങ്കുകൾ പിടിച്ചടക്കുന്നു. CPയുടെ കൈവശം വരുന്ന ബാങ്ക് പിടിച്ചടക്കുന്നുണ്ട്. അത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്ന പ്രവണത പത്തനംതിട്ടയിൽ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. പിന്നെ അവിടെ ദേവസ്വം ബോർഡ് പോലെ ഉന്നത പദവിയിൽ ഉണ്ടായിരുന്ന ഒരു മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെച്ച് കൈകാര്യം ചെയ്തത് ഉൾപ്പെടെ മറ്റൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എന്നുള്ള വസ്തുത അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ ക്രിമിനലുകളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് ഇപ്പോൾ രണ്ടാമത്തെ കേസിലെ പ്രതി, ആ രണ്ടാം കേസിലെ പ്രതിയെ അദ്ദേഹത്തിന് കഞ്ചാവ് കൈവശം വെച്ചതിന് കേസെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ പറയുന്നത് എന്താണ്? കള്ളക്കേസാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കള്ളക്കേസ് എടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഈ 2 ഗ്രാം കഞ്ചാവ് എന്നുള്ളത് മാറ്റി 3-4 ഗ്രാം കഞ്ചാവിൻ്റെ ലിമിറ്റ് കൂട്ടി, ക്വാണ്ടിറ്റി കൂട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ലായിരുന്നല്ലോ, അദ്ദേഹത്തിന് ജയിലിൽ തന്നെ ഇടാമായിരുന്നല്ലോ. അങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയ ഒരു കേസായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു പോകാത്ത രീതിയിലേക്ക് ബുക്ക് ചെയ്യാനുള്ള എന്താ പറയുന്നത്, നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ ആ നിയമത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ല, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കേസെടുത്തിരിക്കുന്നു. ഇനി അദ്ദേഹം വ്യാജമായി എടുത്ത കേസാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ടോ? ഈ ഉദ്യോഗസ്ഥനെതിരായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതി പരാതി കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ആ നിമിഷം ഇത്തരത്തിൽ CPMനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണ്ടേ? എന്തുകൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തിയാൽ, അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ DGPയോട് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയില്ല? അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം വ്യാജമാണ്. മൂന്നാമത്തെ കേസ്, ഇന്നിപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന കേസ്, ഈ കേസിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? അവിടെ SFIയുടെ നേതാക്കന്മാരെ തന്നെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ കൊലപാതക ശ്രമ കേസിലെ പ്രതിയാണ്. ആ പ്രതിയെയും മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ ദിവസം എന്താ റൗണ്ട് ചെയ്ത് കാണിക്കുക ചാനലിൽ, ഈ റൗണ്ട് ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. 60 റൗണ്ട് വേണ്ടി വരും ഓരോ സ്ഥലത്തേക്കും മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ SFIയുടെ ക്രിമിനലുകൾ, SFIയുടെ നേതാവിനെ കൊല്ലാൻ ശ്രമിച്ച ക്രിമിനലുകളെ പോലും ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെയൊക്കെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താ? ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞുപോയി, പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് സംസ്ഥാനത്തിൻ്റെ മന്ത്രി പോയത്. സംസ്ഥാനത്തിൻ്റെ മന്ത്രി എന്ന പദവിയിലേക്ക് കടക്കുമ്പോൾ, ഇന്ത്യയുടെ ഭരണഘടന തൊട്ട് സത്യം ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ക്രിമിനലുകളെ നോക്കൂ, ഈ കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോഴും മന്ത്രിയോടൊപ്പം പോലീസുണ്ട്, മന്ത്രി വരുന്ന പരിപാടിയിൽ പോലീസുണ്ട്. പോലീസൊന്നും കാണുന്നില്ല. താങ്കൾ ന്യായമായും പറയാം, സ്വാഭാവികമായിട്ടും പിടികിട്ടാപ്പുള്ളികളായി ഇത്തരത്തിൽ പിടിക്കാൻ കഴിവില്ലാത്ത അഥവാ പിടിക്കാൻ കഴിയാത്ത പ്രതികളെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കാം. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ച് എന്തിനാണ്? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കണ്ടേ? സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിക്കണ്ടേ? മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വരുന്ന ഈ പുതുതായി ചേർന്ന് വരുന്നവർ, അവർ കേസിൽ പ്രതികളാണ്. ഒരാളെ അറിയിച്ചില്ലെങ്കിൽ അറിയാം, 3 പേരാണ് തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് വരെ വന്നിരിക്കുന്ന 3 പേരാ. ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ പിന്നെ ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണെന്നേ. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലൊരു ഓൾ ഓഫ് എ സഡൻ രഹസ്യമായിട്ട് നടത്തുന്ന പരിപാടിയല്ലോ. മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഇത്രയും പേർ CPMലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നയാൾ എന്താ പറയുന്നത്, ഇഡലി ശരൺ ഉൾപ്പെടെയുള്ളവർ, യദു ഉൾപ്പെടെയുള്ളവർ, പിന്നെ പിടികിട്ടാപ്പുള്ളിയായ സുധീഷ് ഉൾപ്പെടെയുള്ളവർ, ഇവരെ സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിരുന്നോ? മന്ത്രി അതിൽ പങ്കെടുത്തു. എന്നിട്ടോ മന്ത്രിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും CPMൻ്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയും ഒക്കെ ഇതിനെ വാനോളം ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഇത്രയും ക്രിമിനലുകളെ ഒട്ടാകെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ പശ്ചാത്തലം ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും അതെല്ലാം ശരിയാണ്, ഞങ്ങളുടെ കുട്ടികൾ ആരാ SFIയുടെ നേതാക്കന്മാരെ കൊല്ലാൻ ശ്രമിച്ചവരെ പോലും ഞങ്ങളങ്ങ് കോംപ്ലിമെന്റ്സ് ആക്കി അഥവാ കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ പറയാനുള്ള ലജ്ജാകരമായ അവസ്ഥ CPMൻ്റെ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നെങ്കിൽ ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടത് അവർ ക്രിമിനൽ സംഘത്തെയാണ്.